ഹായ് ഡിയേഴ്സ്, ഇന്ന് ഞാൻ പറയുന്നത് മദ്യപാനത്തെക്കുറിച്ചാണ്. മദ്യപാന്മാരോടുള്ള സമീപനം എന്തായിരിക്കണമെന്നും മദ്യത്തോടുള്ള സമൂഹത്തിൻ്റെ സമീപനം എന്തായിരിക്കണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ വീഡിയോ ഒരിക്കലും മദ്യപാന്മാരെ ബ്ലെയിം ചെയ്യാനോ മദ്യത്തെക്കുറിച്ചൊരു മദ്യവിമുക്ത ദേശം കെട്ടിപ്പടുക്കാനുള്ള ശ്രമമോ ഒന്നുമല്ല. സത്യം പറഞ്ഞാൽ ഈ മദ്യപാന്മാർ എന്തുകൊണ്ടാണ് മദ്യപിക്കുന്നത്? അതിന് പല കാരണങ്ങളുണ്ട്. ഒന്നുകിൽ അവർക്ക് ടെൻഷൻ വന്നിട്ടൊരു കാം എഫക്റ്റ് ഉണ്ടാവാനാണ്. ഇതിനെന്താ നമ്മൾ മെഡിക്കൽ സയൻസ് പറയുകയെന്ന് വെച്ചാൽ ബ്രെയിനിലൊരു എൻഡോർഫിൻ എന്നുള്ള കെമിക്കലുണ്ട്. ഇത് മദ്യപിക്കുമ്പോൾ കൂടും. അങ്ങനെയാണ് ഇവർക്ക് മദ്യപാനത്തിന് ഒരു കാം എഫക്റ്റ്, ഒരു ശാന്തമായ എഫക്റ്റ് ഉണ്ടാകുന്നത്. രണ്ടാമതായിട്ട് ബ്രെയിനിൽ ഗാബ എന്ന് പറഞ്ഞാൽ ഗാമ അമിനോ ബ്യൂട്ടേറിക് ആസിഡ്, എന്തു തന്നെ ആയാലും ഗാബയുടെ പ്രൊഡക്ഷൻ കൂട്ടുകയും ബ്രെയിനിൻ്റെ പല പല ഭാഗത്തിലുള്ള കണക്ഷൻസ് വേർപ്പെടുകയും ചെയ്യും. അപ്പോൾ ഇയാൾ എല്ലാ കണക്ഷനും ഒഴിവാക്കിയിട്ട് വളരെ മതോത്മനായി നടക്കേണ്ട ഒരവസ്ഥ, അയാൾക്ക് ഒരിക്കലും ഒഴിവാക്കാനാവാത്ത ഒരു ഫീലിംഗ് ആയിട്ട് മാറും. മൂന്നാമതായിട്ട് ബ്രെയിനിൽ ഗ്ലൂട്ടാമിക് ആസിഡ് എന്നതിൻ്റെ പ്രൊഡക്ഷൻ കൂടും. അതുവഴി ഇയാൾക്ക് ഒരു സ്റ്റിമുലൻറ്റ്, അതായത് ഒരു ഉത്തേജിപ്പിക്കുന്ന എക്സൈറ്റ്മെൻറ്റ് കിട്ടും. അപ്പോൾ ഞാനെന്തൊക്കെയാണ് പറഞ്ഞ്, ഗാബയുടെ പ്രൊഡക്ഷൻ കൂടിയിട്ട് എല്ലാ ഡിസോസിയേഷനായി, എല്ലാത്തിൽ നിന്നും ഒരു വിട്ട് നിൽക്കൽ. എൻഡോർഫിൻ്റെ പ്രൊഡക്ഷൻ കൂടിയിട്ട് ഇയാൾക്ക് നല്ല ഒരു ശാന്തത കിട്ടി. പോരാത്തതിന് ഗ്ലൂട്ടാമിക് ആസിഡ് കൂടിയിട്ട് ഒരു സ്റ്റിമുലൻ്റ് എഫക്റ്റ് കിട്ടി. ഇതിനൊക്കെ പുറമെയായിട്ട് പല കാരണങ്ങളുണ്ട്, ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ ഈ പറഞ്ഞ സാധനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഇദ്ദേഹം മദ്യപിക്കുകയും മദ്യപാനത്തിൻ്റെ റേറ്റ് ദിവസം 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 ഇങ്ങനെ കൂടി വരും. എന്താ അതിന് കാരണം എന്നല്ലേ? അതിനൊരു കാരണമുണ്ട്. അതായത് നമ്മൾ ഒരാൾ മദ്യപിക്കുമ്പോൾ എത്തനോൾ എന്നുള്ള കെമിക്കലാണ് മദ്യം ഏതായാലും അതിലുള്ളത്. എത്തനോൾ CH3 CH2OH, അതിൻ്റെ ഡിഫറെൻറ്റ് കോൺസെൻട്രേഷനാണ് പല പല മദ്യങ്ങൾ ഉണ്ടാക്കുന്നത്. ഇത് നമ്മുടെ സ്റ്റൊമക്കിൽ, ആമാശയത്തിലും കുടലിലുമായിട്ട് വലിച്ചെടുക്കും. വളരെ പെട്ടെന്ന് വലിച്ചെടുക്കും. കാരണം ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് എ വാട്ടർ മോളിക്യൂൾ H2O, അതുപോലുള്ള സാധനമാണ് എത്തനോൾ. എന്നിട്ട് അത് ലിവറിലെത്തും. നമ്മുടെ കുടലിൽ നിന്ന് വലിച്ചെടുക്കുന്ന എല്ലാ സാധനങ്ങളും, ഇൻഡസ്ട്രിയിൽ നിന്ന് അബ്സോർബ് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും എത്തുന്നത് ലിവറിലാണ്. കരളിൻ്റെ പണി എങ്ങനെയെങ്കിലും ഈ വിഷത്തെ, റിമെമ്പർ ഇറ്റ്സ് എ പോയിസൺ, അതൊരു വിഷമാണ്. ആൽക്കഹോൾ എന്നുള്ളൊരു വിഷമാണ്. ഇറ്റ്സ് എ ഡ്രഗ്, അതൊരു മരുന്നാണ്. ബട്ട് ഇറ്റ് ഈസ് മിസ്യൂസ്ഡ്. അതെന്ത് ചെയ്യുന്നു? ദുരുപയോഗം ചെയ്യുന്നു. എങ്ങനെയൊക്കെ ആയാലും ഈ വിഷത്തെ ഡീടോക്സിഫൈ ചെയ്യാൻ നോക്കും. അതായത് ഈ വിഷത്തെ നിർവീര്യമാക്കാനാണ് നമ്മുടെ കരൾ ശ്രമിക്കുക. കരൾ ഈ എത്തനോളിനെ അസറ്റാൽഡിഹൈഡ് എന്ന ടോക്സിനാക്കി മാറ്റും. ഈ അസറ്റാൽഡിഹൈഡ് വിഷമാണെങ്കിലും ഈ അസറ്റാൽഡിഹൈഡ് വീണ്ടും ഒരു അസറ്റിക് ആസിഡായിട്ട് മാറുമ്പോൾ ഈ വിഷങ്ങളൊക്കെ നിർവീര്യമായി. സോ ആ സീക്വൻസ് എങ്ങനെയെന്ന് ചോദിച്ചാൽ, എത്തനോള് അസറ്റാൽഡിഹൈഡ് ആയിട്ട് അസറ്റിക് ആസിഡ് ആകുമ്പോൾ, അസറ്റിക് ആസിഡ് എന്നാൽ നമ്മുടെ സുർക്ക, അതുപോലുള്ള കെമിക്കൽ ആകുമ്പോൾ എന്ത് ചെയ്യും? ഈ വിഷം പോയി കിട്ടും. പക്ഷേ ഈ ഡീടോക്സിഫിക്കേഷൻ പ്രോസസ്സിൽ നിന്ന് രക്ഷപ്പെടുന്നതാണ് നമ്മുടെ ബ്രെയിനിലെത്തുന്നത് ആൽക്കഹോള്. പിന്നെയും വീണ്ടും ഇത് ലിവറിലെത്തുമ്പോൾ അത് വീണ്ടും കുറേ എമൗണ്ട് ആൽക്കഹോൾ പോവും. അങ്ങനെ കുറച്ച് ഇയാൾക്ക് കിക്ക് മാറിക്കിട്ടും. ഇനി ഞാൻ ബ്രെയിനിൽ എന്തൊക്കെ ചേഞ്ച് ഉണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ ലിവർ സാവധാനം ഡീടോക്സിഫൈ ചെയ്യുമല്ലോ, പിന്നെ ബ്രെയിനിലൊരു എഫക്റ്റ് ഉണ്ടാവുമല്ലോ. അത് പോരാത്തതിൻ്റെ ഒരു എഫക്റ്റും കൂടി ഉണ്ടാവും. അത് ഞാൻ പറയാൻ മറന്നേ. ഡോപ്പാമിൻ കൂട്ടുന്നത് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞതാണ്. ഈ ഡോപ്പാമിൻ കൂട്ടുമ്പോൾ ഇയാൾക്ക് നല്ലൊരു മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരാളായി മാറും. പക്ഷേ അതിൻ്റെ തൽഫലം എന്താണെന്ന് ചോദിച്ചാൽ, പിന്നെ ഡോപ്പാമിൻ വളരെയധികം കുറഞ്ഞിട്ട് ഇയാൾക്ക് പാർക്കിൻസൺ ഡിസീസ് അതുപോലുള്ള അസുഖങ്ങളൊക്കെ വരാനും ഇയാളുടെ നോർമലായിട്ടുള്ള മോട്ടിവേറ്റഡ് സ്റ്റേറ്റ് പോലും ലോസ് ആയി പോകും. ഓക്കെ, ഇനി എനിക്ക് പറയാനുള്ളത് ടോളറൻസ് എന്ന കാര്യമാണ്. ടോളറൻസ്, അതായത് ഞാൻ പറഞ്ഞല്ലോ, ഡേ ബൈ ഡേ ഇതിൻ്റെ എമൗണ്ട് ഇങ്ങനെ കൂടി വരും. കാരണം അതിനാണ് നമ്മുടെ ബോഡിയിലുള്ള അഡാപ്റ്റഡ് ആവും. ഇന്നലത്തെ ഡോസ് പോരാ ഇന്ന് കിക്ക് കിട്ടണമെങ്കിൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ, ഇതിനെ നമ്മൾ ടോളറൻസ് എന്നാണ് പറയുക. കൂടി വരും. പോരാത്തതിന് ഒരു ദിവസം ഇയാൾക്ക് തോന്നുകയാണ് എന്തെങ്കിലും ഈ ആൽക്കഹോളിന് കുറേ ബാഡ് എഫക്റ്റ് ഉണ്ടല്ലോ. ബോഡി മാത്രമല്ല നശിക്കുക, ബോഡിയിൽ ഫിസിക്കൽ ഹാംഫുൾ എഫക്റ്റ് ഉണ്ട്, മെൻ്റൽ ഹാംഫുൾ എഫക്റ്റ് ഉണ്ട്. ഇയാൾക്ക് കുറേ ആങ്ഷൈറ്റി, ബേജാറ് വരും. അതേപോലെ പിന്നെന്താ വരും എന്ന് വെച്ചാൽ ഉത്കണ്ഠ വരും, അതാണ് ആങ്ഷൈറ്റി. പിന്നെ അതുപോലെ സ്ലീപ്ലെസ്നെസ്, ഉറക്കമില്ലായ്മ വരും. അതുപോലെ എന്താ പറയുക, നോർമൽ ആക്ടിവിറ്റീസിൽ, സാധാരണയായിട്ടുള്ള പ്രവർത്തനങ്ങളിലൊക്കെ നഷ്ടപ്പെടും. അതിലൊന്നും ഒരു പ്ലഷർ കണ്ടെത്താൻ, ഒരു സന്തോഷം കണ്ടെത്താൻ കഴിയില്ല. ഇൻ കേസ് അയാൾക്ക് സന്തോഷം കണ്ടെത്തണമെങ്കിൽ എന്ത് വേണം? ഒരു പെഗ് അടിക്കണം. അതായിരിക്കും രീതി. ടോളറൻസ് വന്നു. ഇനി ഇത് നിർത്തുകയാണ്, ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ നിർത്തുകയാണ്. ഫിസിക്കൽ പ്രോബ്ലംസ്, മെൻ്റൽ പ്രോബ്ലംസ്, ഞാൻ പറഞ്ഞല്ലോ, ആങ്ഷൈറ്റി, സ്ലീപ്ലെസ്നെസ്, ഇതുപോലെ ഞാൻ പറഞ്ഞില്ലേ, നോർമൽ ആക്ടിവിറ്റീസിലൊന്നും സന്തോഷം കണ്ടെത്താതെ. പിന്നെ എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ പ്രോബ്ലംസ് ഉണ്ടാവും. ആൾക്കാർ കുടിയനെന്ന് മുദ്ര കുത്തും. സോഷ്യൽ പ്രോബ്ലംസ് ഉണ്ടാവും. പിന്നെ അപ്പോൾ നിങ്ങൾ ചോദിക്കും, വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ആൾക്കാർ അവരുടെ മദ്യപാനം ആവശ്യത്തിനേ ഉള്ളൂ.
ഇതുപോലെ മുഴുക്കുടിയനായിട്ട് ആരും ജീവിക്കുന്നില്ല. അപ്പോൾ ഫിസിക്കൽ, മെൻ്റൽ, സോഷ്യൽ പ്രോബ്ലം, പോരാത്തിന് എക്കണോമിക് പ്രോബ്ലം, കുറേ സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാവും, ഈ റിലേഷൻഷിപ്പുകളിലൊക്കെ പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പോൾ ഇതുകൊണ്ട് തന്നെ നിർത്താൻ തീരുമാനിച്ചാൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഇയാളിൽ വിത്ഡ്രോവൽ സിൻഡ്രോംസ് വരും. ഇത് നിർത്തുമ്പോൾ പലതരത്തിലുള്ള ഹാലൂസിനേഷൻ, അതായത് ഭ്രാന്തുള്ള പോലെ വരും, അതുപോലെ വെർക്കൽ വരും, അതുപോലെ അതങ്ങനെ കുറേ എഫക്റ്റുകൾ വരും. ദെർഫോർ യു ഹാവ് ടു കൺസൾട്ട് എ സൈക്യാട്രിസ്റ്റ് ആൻഡ് ദെൻ സ്റ്റോപ്പ് ഡ്രിങ്കിങ്. പെട്ടെന്നൊരു ദിവസം ഇത് നിർത്താൻ പറ്റില്ല, സ്ലോലി ഇത് നിർത്താൻ പറ്റുള്ളൂ. പിന്നെ എനിക്ക് പറയാനുള്ളത്, വളരെ മൂത്ത കുടിയനായാൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ നമ്മുടെ വൈറ്റമിൻ B12 എന്ന് പറയുന്നുണ്ട്. വൈറ്റമിൻ B12, വിറ്റമിൻ B12 ഇല്ലാതാവുകയും തൽഫലമായ ബ്രെയിനിനെയൊക്കെ ബാധിച്ചിട്ട് കൊറക്കോഫ് സിൻഡ്രോം, വെർണിക്കീസ് എൻസെഫലോപ്പതി പോലുള്ള സൈക്കാട്രിക് പ്രോബ്ലംസും ബ്രെയിന് ചുരുങ്ങി പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവും. അപ്പോൾ അയാളുടെ ഒരൊറ്റ കാര്യം നമുക്ക് പറയാനുള്ളൂ, ആൽക്കഹോൾ യൂസ് ചെയ്യുന്നത് നിർത്തിയില്ലെങ്കിൽ ഒരു മരുന്ന് കൊടുത്തിട്ടും കാര്യമില്ല, അത് ഇറിവേഴ്സിബിളാണ്, അതായത് അത് ബാക്കിലേക്ക് ആകാൻ പറ്റില്ല. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞല്ലോ, ലിവറിലാണ് ഇത് ഡീറ്റോക്സിഫൈ ചെയ്യുന്നതെന്ന്, ഈ ആൽക്കഹോൾ. അങ്ങനെ ആ ഡീറ്റോക്സിഫൈ ചെയ്യുമ്പോൾ സാവധാനം ലിവറിൻ്റെ കപ്പാസിറ്റി കുറഞ്ഞ് ഇത് എന്താവുമെന്ന് വെച്ചാൽ അവസാനം ഇയാളുടെ ലിവർ സിറോസിസും അതുപോലെ ഹെപ്പാറ്റോസെല്ലുലാർ കാർസിനോമ, ക്യാൻസറൊക്കെ ആയിട്ട് മാറും. അപ്പോൾ ആൽക്കഹോൾ അത്രയും ബാഡ് എഫക്റ്റ് ഉള്ളതാണ്. എന്തൊക്കെയാണ് ആൽക്കഹോൾ ഉണ്ടാക്കുന്നത്? ഹാർട്ട് പ്രോബ്ലംസ് ഉണ്ടാക്കുന്നുണ്ട്, ഹാർട്ട് അറ്റാക്ക് പോലുള്ള സാധനങ്ങൾ. പോരാത്തതിന് ലിവറിൻ്റെ ഫെയിലിയർ ഉണ്ടാക്കുന്നത്, ലിവർ പ്രോബ്ലംസ് ഉണ്ടാക്കുന്നുണ്ട്. അതിനും പോരാത്തതിന് ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഈ ബ്രെയിൻ പ്രോബ്ലംസ് ഉണ്ടാക്കുന്നുണ്ട്, ആങ്സൈറ്റി ഉണ്ടാക്കുന്നുണ്ട്, ഉത്കണ്ഠ ബേജാർ ഉണ്ടാക്കുന്നുണ്ട്, സ്ലീപ്പ് പോകുന്നുണ്ട്, റിലേഷൻഷിപ്പ് പ്രോബ്ലംസ് ഉണ്ട്, എക്കണോമിക് പ്രോബ്ലംസ് ഉണ്ട്, സോഷ്യൽ പ്രോബ്ലംസ് ഉണ്ട്, ഫിസിക്കൽ പ്രോബ്ലംസ് ഉണ്ട്. ദെൻ ഇഫ് യു തിങ്ക് യു ഹാവ് ടു സ്റ്റോപ്പ് ദിസ് ആൽക്കഹോൾ, നിങ്ങൾ ഈ ആൽക്കഹോൾ നിർത്തണം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം പറഞ്ഞുതരാം. മിക്കവാറും ഈ പിയർ പ്രഷറൊക്കെയാണ് ഇവരെ എന്ത് ചെയ്യുന്നത്, ഈ ആൽക്കഹോളിസത്തിലേക്ക് ലീഡ് ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവർക്ക് നല്ലൊരു ഫ്രണ്ട്സിനെ കാണിച്ചു കൊടുക്കുക, എന്നിട്ട് പറഞ്ഞു കൊടുക്കുക, ഇതാണ് ഫാമിലി, ഇതാണ് റിലേഷൻ, ഇതാണ് ഫ്രണ്ട്സ്, ദിസ് ഈസ് റിയൽ ആൻഡ് ദാറ്റ് അതർ വൺ ഈസ് അപ്പാരൻറ്റ്. എന്നിട്ട് നമ്മൾ ഈ ആൽക്കഹോളിൻ്റെ ബാഡ് എഫക്റ്റുകൾ ഇയാളുടെ ജീവിതത്തിലുള്ളതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൽ മാറ്റം വേണോ വേണ്ടയോ എന്ന് അയാൾക്ക് ചോദിക്കുക. സ്വാഭാവികമായിട്ടും നമ്മുടെ എക്സ്പ്ലനേഷൻ ആക്യുറേറ്റ് ആണെങ്കിൽ ഇയാൾ നമ്മുടെ അടുത്തേക്ക് വരും, എനിക്കിത് നിർത്തണം എന്ന് പറഞ്ഞിട്ട്. കാരണം പീപ്പിൾ ആർ ബ്ലെയിമിങ് ഹിം സോ മച്ച് ബിക്കോസ് ഓഫ് ഹിസ് ഡ്രങ്കൺ ക്യാരക്ടർ. സോ നമ്മൾ എന്ത് ചെയ്യും, അയാൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങളും മെഡിസിൻസും സൈക്കോളജിക്കൽ സപ്പോർട്ടും കൊടുക്കണം. ഓക്കെ, അയാൾക്ക് മനസ്സിലാക്കി കൊടുക്കണം അയാളുടെ കപ്പാസിറ്റി, പേഴ്സണൽ കപ്പാസിറ്റി ആൽക്കഹോൾ പോലെ നശിക്കുകയാണ്. രണ്ടാമത്തെ, അയാൾക്കൊരു ഐഡന്റിറ്റി ഇല്ലാതിരിക്കുകയാണ്. സെൽഫ് വർത്ത് എന്ന് പറഞ്ഞാൽ സ്വയം നമ്മളൊരു വില കൽപ്പിക്കുമല്ലോ, അതില്ലാതിരിക്കുകയാണ്. മറ്റുള്ളവരുടെ ഡിജിനിറ്റി അയാൾ മാനിക്കാതിരിക്കുകയാണ്. മറ്റുള്ളവരുടെ എന്താ പറയുക, വ്യക്തിത്വം. അതിന് പുറമെ അയാൾ സ്വയം നശിക്കുകയാണ്. സ്വയം നശിക്കുന്ന ഒരാൾ മറ്റുള്ളവരെയും നശിപ്പിക്കും. അണ്ടർസ്റ്റാൻഡ്? സോ ഇതൊക്കെയാണ് ആൽക്കഹോളിൻ്റെ പ്രോബ്ലം. അയാൾക്ക് ഒരു സെൽഫ് അവയർനെസ്, സ്വബോധം ഉണ്ടാക്കി കൊടുക്കണം. ഓക്കെ, അല്ലാതെ ഈ ആൾക്കാരെ കംപ്ലീറ്റ് ബ്ലെയിമുകളും കേട്ടിട്ട് ജോലി നഷ്ടപ്പെട്ട് ആരുമില്ലാതെ ബസ് സ്റ്റാൻഡിലും അവിടെയും റെയിൽവേ സ്റ്റേഷനിലൊക്കെ നടക്കുന്ന ഒരാളെ എങ്ങനെ ഉണ്ടാവും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇങ്ങനെയൊക്കെ ആയിരുന്നാലും ഈ GCC കൺട്രീസിലൊക്കെ ആൽക്കഹോൾ ബാൻഡാണ്, നിരോധിച്ചിരിക്കുന്നത്. പോരാത്തതിന് പബ്ലിക്കായിട്ട് മദ്യപിച്ചാൽ അവർ നല്ല പണിഷ്മെൻറ്റും കൊടുക്കും. അപ്പോൾ നിങ്ങൾ ചില ആൾക്കാരുണ്ടാവും മദ്യപാനത്തോട് വളരെയധികം ദേഷ്യപ്പെട്ട് കണ്ട് മദ്യപാനമൊന്നും പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ആക്ച്വലി അവർക്കത് കണ്ടുമ്പോൾ കുടിക്കാൻ തോന്നുന്നുണ്ടാവും, അതുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത്. അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും കൾച്ചറൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ടാവും, അല്ലാതെ മദ്യത്തിൻ്റെ ബാഡ് എഫക്റ്റോ സൊസൈറ്റി നശിക്കുന്നു എന്നൊന്നും കരുതിയിട്ടൊന്നും ആയിരിക്കില്ല. കാരണം മദ്യപാനത്തെ വളരെ എതിർക്കുന്നവർ ചിലപ്പോൾ സ്മോക്കേഴ്സും വെറ്റില മുറിക്കുന്നവരൊക്കെ ആയിരിക്കും. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ മദ്യപാനത്തെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ അതിൻ്റെ ലഭ്യത ഇല്ലാതാക്കുക എന്നുള്ളതൊരു സത്യമാണ്. അതിനൊരു കാരണമുണ്ട്. ഒരു സൊസൈറ്റിയിൽ പല തട്ടിലുള്ള ആൾക്കാരുണ്ട്. എല്ലാവരും ഒരേ സമയം മദ്യമുക്തരാകാൻ ഒരിക്കലും ആഗ്രഹിക്കണം എന്നില്ല. അപ്പം ഇതിൻ്റെ എമൗണ്ട് കുറഞ്ഞു ഇരിക്കുക. പോരാത്തതിന് ഇന്ത്യയെ പോലുള്ള രാജ്യത്ത് എല്ലാവരുടെയും കൂടി അഭിപ്രായങ്ങൾ മാനിക്കുകയും വിശ്വാസങ്ങളൊക്കെ മാനിക്കുകയും ആണല്ലോ. അങ്ങനെ ആകുമ്പോൾ ആൽക്കഹോളിൻ്റെ കംപ്ലീറ്റ് നിരോധനം അല്ല ഇന്ത്യയിൽ വേണ്ടത്. അതിൻ്റെ റെസ്ട്രിക്ഷനും അതിൽ നിന്ന് വിമുക്തമാകാനുള്ള ഗൈഡൻസും ഒക്കെയാണ് കൊടുക്കേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. എഗെയിൻ താങ്ക് യു. അവസാനമായിട്ടൊരു കാര്യം കൂടി, സം പീപ്പിൾ ആർ യൂസിങ് ഫിസിക്കൽ സ്റ്റാഫ്സ് whereas other people are using mental stuff. മാനസികമായിട്ട് ആൽക്കഹോൾ എടുക്കുന്ന ആൾക്കാർ ഈ സൊസൈറ്റിയിലുണ്ട്. മനസ്സിൻ്റെ പ്രോബ്ലം, ഫിസിക്കലായിട്ടും ആൽക്കഹോൾ എടുക്കുക, മെൻ്റലായിട്ടും ചില സ്റ്റഫുകൾ ചിലർ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ.